സുലൈഖ എന്ന് പറയുന്ന പെണ്ണിന്റെ രാജ്യത്ത് അതാ യൂസുഫ് നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ആ യൂസുഫ് നബിയുടെ ഗ്ലാമർ കണ്ടിട്ടറിയാതെ അവരുടെ കയ്യിലിരുന്ന ആപ്പുകൾ പോലും അവര് മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്നത്. ആ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാരാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അർബഅൻ മിൻ സയ്യിദത്തിൻ നിസാ അഹ്ലിൽ ജന്ന. നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പേരാട്. പഠിക്കണം പെങ്ങള്, ഈ 4 പേര് നിന്റെ നേതാക്കന്മാരാട്. ഇവരാണ് നിങ്ങളുടെ നേതാക്കന്മാരെന്ന് നബി തങ്ങൾ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ അവരാരാണെന്നെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണേ പെങ്ങള്. നിനക്ക് റോൾ മോഡലായി പഠിക്കാൻ കഴിയുന്ന 4 മഹദിമാര് ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 4 മഹദിമാരെ പഠിപ്പിച്ചു തരികയാണ്. ആരാണ് പെണ്ണുങ്ങളുടെ നേതാക്കന്മാരെന്നറിയുവോ? ഒന്നാമത്തെ നേതാവാരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 25 വർഷക്കാലം അവിടുത്തെ ഭാര്യയായി ജീവിച്ചിരുന്ന നബി തങ്ങളുടെ കരളിന്റെ കഷ്ടം പോലെ നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അത് നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാരിൽ ഒന്നാമത്തെ നേതാവാണ്. രണ്ടാമത്തെ മഹദി ആരെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനേ ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞ സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാരിൽ രണ്ടാമത്തെ നേതാവാണ്. മൂന്നാമത്തെ ആരെന്നറിയുമോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു അധ്യായത്തിന് തന്നെ അല്ലാഹു പേര് വെച്ചത് മറിയം എന്നാണ്. മറിയം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ. ആ പടച്ചവനെ ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ മറിയം ബീബി 4 പെണ്ണുങ്ങളുടെ സ്വർഗത്തിലെ നേതാവാണ്. 4ാമത്തെ മഹദി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഈ 4 പെണ്ണുങ്ങളാണ്. ഒന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഇവര് 4 പേരുമാണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര്. അതുകൊണ്ട് വാഴ കേൾക്കാൻ കടന്നു വന്ന പെങ്ങള്, ഈ 4 പേരെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? ആരാണ് ഖദീജ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? ഖദീജ ബീബിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ഇവരാരാണെന്ന് പഠിക്കണം തങ്ങള്, ഇവരാരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് 4 മഹദിമാരാണ് നാളെ സ്വർഗത്തിലെ നേതാക്കന്മാര് എന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയെ കുറിച്ചൊന്ന് പഠിക്കാം. ആരാണ് ഫാത്തിമ?
ഫാത്തിമ. ആ ഫാത്തിമയുടെ ജീവിതം എന്തായിരുന്നു? ആ ഫാത്തിമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാൻ കഴിയുന്ന പാഠങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാ, സഹോദരിമാരെ, നിങ്ങൾ ഫാത്തിമ ആരാണെന്ന് പഠിക്കൂ. ആ ഫാത്തിമയുടെ ജീവിതം നിനക്ക് വലിയ ഒരു മാർഗദർശനമാണ്. ആ ഫാത്തിമയുടെ ജീവിതം നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ചരിത്രമാണ്. ആ ഫാത്തിമയെ കുറിച്ച് പഠിക്കൂ. എന്തേ ഫാത്തിമയെ കുറിച്ച് നിനക്ക് എന്തറിയാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമയെ സ്നേഹിക്കണം പെങ്ങളെ, ആ ഫാത്തിമയെ സ്നേഹിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പൊന്നാര മകളായ ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമാന ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ആ ഫാത്തിമാന ആരെങ്കിലും സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിച്ചവരാണ്, അവരെന്നെ ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്നേഹിക്കാൻ പറഞ്ഞ മഹദിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. സ്നേഹിക്കണം പെങ്ങളെ. ഫാത്തിമ ബീബി ആരാണെന്ന് നീ പഠിക്ക്. ആ ഫാത്തിമയെ നീ സ്നേഹിക്ക്. ആ ഫാത്തിമയെ നീ സ്നേഹിച്ച നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെയാ. അതുകൊണ്ട് നബിതങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞ ആ ഫാത്തിമ ആരാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ആരാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ആരാണ് ഫാത്തിമയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, നബി തങ്ങൾ ഖദീജ ബീബിയെ വിവാഹം കഴിക്കുന്നത് നബി തങ്ങളുടെ 25ാമത്തെ വയസ്സിലാണ്. ഖദീജ ബീബിക്ക് 40 വയസ്സാണ് പ്രായം. പടച്ചവനെ അവിടുന്ന് വിവാഹം കഴിച്ചു, കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. 35ാമത്തെ വയസ്സിലാ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. നബി തങ്ങളുടെ 35ാമത്തെ വയസ്സിലാണ് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ജനിക്കുന്നത്. റബ്ബേ, ഫാത്തിമയുടെ മഹത്വം എന്തെന്നറിയുവോ? എല്ലാവരും ഫാത്തിമയെ കാണുമ്പോ പറയുന്നത് ഒരേ ഒരു വാക്കാ. ഫാത്തിമയെ കാണുന്നവര് മുഴുവനും പറയുന്നത് ഒരേ ഒരു വാക്കാ. എന്താണ് പറയുന്നതെന്നറിയുവോ? ഉപ്പാന്റെ മോളാ, ഉപ്പാന്റെ മോളാ. പടച്ചവനെ, ഫാത്തിമയെ കാണുന്നവര് മുഴുവനും പറയുന്നത് വാപ്പയുടെ മകളാണെന്നാണ്. കാരണം എന്തെന്നറിയുവോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ പോലെയായിരിക്കുന്നത്. ഫാത്തിമ നടക്കുന്നത് കണ്ടാൽ, ഫാത്തിമയുടെ മുഖമാകട്ടെ, ഫാത്തിമയുടെ കണ്ണാകട്ടെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയെ വരച്ചു വെച്ചതുപോലെയാണ്. പടച്ചവനെ, ഫാത്തിമയുടെ രൂപം അങ്ങനെയാണ്. ഫാത്തിമ നടന്നു വരുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുന്നത് പോലെയാണ്. ഉപ്പാന്റെ മകളെന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുകയാണ്. പടച്ചവനെ കേട്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആലയ്ക്ക് വല്ലാത്ത ഒരു ഇഷ്ടമായി. നബി തങ്ങളുടെ മകളെന്ന് പറയുമ്പോ, പടച്ചവനെ വാപ്പാനെ പോലെ വരച്ചു വെച്ചെന്ന് പറയുമ്പോ നബി തങ്ങൾക്കും വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്കും വല്ലാത്ത ഇഷ്ടമാ. എപ്പോഴും വാപ്പയുമായി വല്ലാത്ത ഒരു ബന്ധമായിരുന്നു ഫാത്തിമയ്ക്ക്. നബി തങ്ങളുമായി വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. പരസ്പരം വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വളരുകയാണ്. പടച്ചവനെ, അങ്ങനെയാണ്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന പ്രബോധനവുമായി കടന്നു വരുന്നത് പിന്നെ പറയേണ്ടതില്ലല്ലോ. വല്ലാത്ത പീഡനമായിരുന്നു. എവിടെ നോക്കിയാലും ഉപദ്രവങ്ങളും കുത്തുവാക്കും പരിഹാസവും പീഡനങ്ങളുമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാ,
6 വയസ്സുള്ളപ്പോഴാണ്. നിസ്കരിക്കാൻ പോയ നബി തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്ന് നോക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന നബി തങ്ങളുടെ തലയുടെ മുകളില് പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. നബി തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. തല ഉയർത്താൻ കഴിയുന്നില്ല, തല ഉയർത്താൻ കഴിയുന്നില്ല. നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അബൂജഹലും ഉത്ബത്തുമെല്ലാം ഇരുന്ന് ചിരിക്കുകയാണ്. ഫാത്തിമ എന്ന 6 വയസ്സുള്ള മകളുണ്ടല്ലോ, അല്ലാഹുവേ, തന്റെ പിതാവ് സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് തന്റെ പിതാവിന്റെ തലയിൽ നിന്ന് കുടൽമാല വലിച്ച് തറയിലിടാ സഹായിക്കുകയാ. പടച്ചവനെ വലിച്ച് തറയിലിടുകയാണ്. നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ശരീരം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ആ പുഴുത്തുനാറിയ കുടൽമാലയുടെ വേസ്റ്റുകൾ നബി തങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, എന്തേ വാപ്പാ എല്ലാരും ഉപ്പാനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ ഉപ്പ ആരെയും ഒന്നും ചെയ്യാറില്ലല്ലോ, ഒരാളെയും എന്റെ ഉപ്പ വേദനിപ്പിക്കാറില്ലല്ലോ, എന്നിട്ടും എന്റെ ഉപ്പാനെ എന്തിനാണ് വേദനിപ്പിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിനോട് ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള മകള് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ ലാ കർബ അലയ്യ അബീ ഫിൽ ആഖിറ. ഈ പ്രയാസമൊക്കെ ദുനിയാവിലേ ഉള്ളൂ, ഈ ബുദ്ധിമുട്ടൊക്കെ ദുനിയാവിലേ ഉള്ളൂ. നിന്റെ വാപ്പയ്ക്ക് ആഖിറത്തിൽ പ്രയാസമൊന്നുമില്ല മോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് തന്റെ പൊന്നാര മകളെ വളർത്തുകയാണ്. വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് ഉപ്പാനോട് വല്ലാത്ത ഒരു സ്നേഹമാണ്. അവർ പടച്ചവനെ ഉമ്മയെക്കാൾ സ്നേഹം അവർക്ക് ഉപ്പയാണ്. ഫാത്തിമ ബീബി അങ്ങനെ ആയിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. പടച്ചവനെ അല്ലാഹുവേ, പെൺമക്കളുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട്, പെൺകുട്ടികളുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട്. റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം, വല്ലാതെ ആദരിക്കണം. അല്ലാഹുവേ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് ലഭിക്കുന്നതെങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എപ്പോ നോക്കിയാലും വാപ്പാന്റെ കൂടെയാ. പൊതുവെ അങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് വാപ്പാനെ വല്ലാത്ത ഇഷ്ടം, ഉമ്മയോട് അത്ര ഇഷ്ടം ഉണ്ടാകാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആൺകുട്ടികൾക്ക് നേരെ തിരിച്ച് ഉമ്മയോടാണ് ഇഷ്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺമക്കളുള്ള ഒരുപാട് പേരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് കിട്ടുന്നതെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആദ്യത്തെ പെൺകുട്ടിയാണെങ്കിൽ. അപ്പൊ പറഞ്ഞു വന്നത്, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുമായി വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. നബിതങ്ങളുടെ കീഴിലാണ് ഫാത്തിമ ബീബി വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പ്രയാസം അവിടുത്തെ ചെറുപ്രായം മുതൽ വല്ലാത്ത പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഫാത്തിമ ബീബി വളരുന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെറുപ്രായം വല്ലാത്ത പീഡനങ്ങളും വല്ലാത്ത പരീക്ഷണങ്ങളും പട്ടിണിയായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വളർന്നു വരുമ്പോൾ പടച്ചവനെ, ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിൽ അല്ലാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഊരുവിലക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, 3 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ കുടുംബവും പടച്ചവനെ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിൽ കിടക്കുക.
കിടക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമുണ്ടല്ലോ, ഇല പറിച്ച് കഴിക്കുകയാണ്. വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ടാണ് അവര് കഴിച്ചിരുന്നത്. വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത പട്ടിണിയായിരുന്നു. കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകൾ പറിച്ചിട്ട് നിബിതങ്ങളും അവിടുത്തെ ഭാര്യയും അവിടുത്തെ മക്കളും കഴിക്കുകയാ. പരസ്പരം ആർക്കുമൊന്നും പറയാ കഴിയുന്നില്ല. പെങ്ങളെ പഠിക്കണം, പെങ്ങളെ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മറന്നു പോകരുത്. അതാ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ വല്ലാത്ത സമ്പന്നയായിരുന്നു, വലിയ കോടീശ്വരിയായിരുന്നു, വലിയ കുടുംബത്തിൽ ജനിച്ചവളാണ് ഖദീജ. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇല പറിച്ചു കഴിക്കുമ്പോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഖദീജ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ഖദീജ ബീബി വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുകയാ. ആ രംഗം കണ്ടപ്പോ നബിതങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നീ പട്ടിണി കിടന്ന് നിനക്ക് ശീലമില്ലല്ലോ, പട്ടിണി എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഖദീജ നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. പട്ടിണി കിടക്കുന്ന ഭാര്യയോട് നബിതങ്ങൾ പറയുകയാ, എന്നെ വിട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോക്, നീ ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, നിനക്കിത് ശീലമില്ല ഖദീജ, ഇങ്ങനെ കിടന്ന് നിനക്ക് പരിചയമില്ല ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു, എന്നെ വിട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോ, നിന്റെ കുടുംബക്കാരെടുക്കൽ പോ. ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, മരിച്ചാലും ഞാൻ പോകില്ല നബിയേ, ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ പോകില്ല നബിയേ, എനിക്ക് അങ്ങയുടെ കൂടെയാണ് കഴിയേണ്ടത്. ഇത് ഫാത്തിമ എന്ന് പറയുന്ന മകള് കേട്ടു പഠിക്കുകയാ. ഉമ്മ പറയുകയാണ്, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിലും ഒരുമിച്ച്. ഇത് സിനിമ ഏതെങ്കിലും ഒരു സിനിമയുടെ ഡയലോഗല്ല. അല്ലാഹുവേ, 1400 കൊല്ലം മുമ്പ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞ വാക്കാ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. പടച്ചവനെ, വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത പട്ടിണിയായിരുന്നു. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40 വയസ്സ് വരെ അല്ലമീനായിരുന്നു, സത്യസന്ധനായിരുന്നു, എല്ലാവരും ആദരിച്ച ആളാ, ബഹുമാനിച്ച ആളാ. പക്ഷേ നബിതങ്ങൾ പ്രബോധനവുമായിട്ട് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും നബിതങ്ങളെ കൈവിടുകയാണ്, എല്ലാവരും നബിതങ്ങളെ കൈവിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കളായ ഉമ്മു കുൽസു റളിയല്ലാഹു തആല അൻഹാ, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇവരുടെ ഭർത്താക്കന്മാര് ബന്ധമൊഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാ. ഫാത്തിമ ബീബി ചെറുപ്പത്തിൽ കാണുന്ന രംഗം എന്തെന്നറിയോ? താത്താമാര് രണ്ടുപേരും ജ്യേഷ്ഠത്തിമാര് തന്റെ ഇത്താമാര് ഭർത്താക്കന്മാര് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്തിന്? നബിതങ്ങൾ പ്രബോധനവുമായിട്ടിറങ്ങിയപ്പോ പടച്ചവനെ, താത്താമാര് രണ്ടുപേരും വീടിനകത്തിരുന്ന് സങ്കടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് ഫാത്തിമ ബീബി വളരുന്നത്. വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീട്ടിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഫാത്തിമ ആയിഷ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. പടച്ചവനെ അവിടുന്ന് രോഗം പിടിപെടുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടന്ന് പടച്ചവനെ വല്ലാതെ ശാരീരികമായി തളർന്നു പോവുകയാണ്. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണത്തിന് വേണ്ടി തയ്യാറാവുകയാ. പെങ്ങളെ, ഇന്നത്തെ ഭാര്യമാര് പഠിക്കേണ്ട ചരിത്രമാ. വീടിനകത്ത് കടന്നു ഭാര്യയും ഭർത്താവും പരസ്പരം തമ്മിലടിക്കുന്ന പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള ചരിത്രമാണ്. നിങ്ങൾ ഖദീജ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖദീജ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമ്മ എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപഠിക്കേണ്ടതാ ഖദീജ ബീവിയുടെ ചരിത്രമാണ്. പടച്ചവനെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സ് പൂർത്തിയാകുമ്പോ അവിടുന്ന് കുളിച്ചൊരുങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്നതാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ എന്ന 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുമ്പിൽ കുളിച്ചൊരുങ്ങിയിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കടന്നു വരുമ്പോ നബി തങ്ങളെ സ്വീകരിക്കാൻ അങ്ങനാടോ സ്വാലിഹത്തായ സ്നേഹമുള്ള ഭാര്യമാരെങ്ങനെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ സ്നേഹമുള്ള ഭാര്യമാര് വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. പടച്ചവനെ, ഇന്നത്തെ തലമുറയ്ക്കതറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് ഖദീജ ബീബി അവിടുന്ന് സ്വീകരിക്കുകയാണ്. നബി തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊന്ന് മടിയിൽ കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് വാരി തരുവോ നബിയേ, എനിക്കൊന്ന് ഭക്ഷണം വാരി തരുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഭക്ഷണം വാരി കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിക്ക് നബി തങ്ങൾ അവിടുന്ന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതം ഇതാണെന്ന് പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീവി കഴിച്ചു. അതാ ഭക്ഷണം കഴിഞ്ഞപ്പോ ഖദീജ ബീവി ചോദിക്കുന്നു, ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് കിടക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണെടുക്കുന്നില്ല. മടിയിൽ കിടന്ന് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീവി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, എന്തേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ വല്ലാതെ നോക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യമാ നബിയേ, എന്തൊരു ഗ്ലാമറാ നബിയേ. ആരാണ് ചോദിക്കുന്നതെന്നറിയുവോ? ഉമ്മമാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യമാണ്, എന്തൊരു ഗ്ലാമറാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു പാതിരാത്രി മടിത്തട്ടിൽ കിടന്നിട്ട് ചോദിക്കുകയാ, എന്തൊരു ഗ്ലാമറാ നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ,
25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ പൊന്നാര മകളായ ഫാത്തിമയെ പൊന്നുപോലെ നോക്കണം നബിയേ, എന്റെ ഫാത്തിമായ പൊന്നുപോലെ നോക്കണം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബിക്ക് ചെറിയ പ്രായമാണ്, ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാണ്, ഒരു പെൺകുട്ടിയുടെ കൂടെ ഉമ്മയുണ്ടാകേണ്ട പ്രായമാണ് ഫാത്തിമ ബീബിക്ക്. ഏകദേശം 15 വയസ്സോ 16 വയസ്സോ പ്രായമുള്ള സമയമാ. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മകളെ വേദനിപ്പിക്കരുത്, എന്റെ മകളെ ഒരിക്കലും തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമാനെ ഏൽപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പോകാൻ സമയമായി നബിയേ, എനിക്ക് പോകാൻ സമയമായി നബിയേ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് യാത്ര പറയുകയാ, നബിതങ്ങളോട് യാത്ര പറയുകയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, ഖദീജ, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? ഫാത്തിമ കാണുകയാണ്. എന്റെ പെൺമമാരോട് പറയുന്നത്, ആ ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളെ കാണുന്ന രംഗം എന്തെന്നറിയുവോ? ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രംഗമാണ്. വാപ്പയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഉമ്മ പറയുകയാ, ഞാൻ പോകുകയാ, എന്റെ മരണമെടുത്തു നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. പടച്ചവനെ, എന്റെ നാവിൽ നിന്ന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഉമ്മ വാപ്പയോട് പറയുകയാ, 25 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം തരണേ എന്ന് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാപുത്തി പിടിക്കുകയാ. ആയിഷ ബീബിയുടെ ഖദീജ ബീബിയുടെ വാപുത്തി പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? എനിക്ക് പരാതിയില്ല, എനിക്ക് പരാതിയില്ല. പെങ്ങളെ, ആരാ പൊരുത്തം ചോദിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീബിക്ക്, 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീബിക്ക്. ആ ഖദീജ ബീബിയാണ് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുന്നത്. ആ ഖദീജ ബീബിയുടെ മഹത്വം അറിയാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല, ലോകത്തുള്ള ഒരു പെണ്ണിനും കിട്ടൂല. ഖദീജ ബീബിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. എന്താണ് പ്രതിഫലമെന്നറിയുമോ? മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം, ഒരാളും ശല്യം ചെയ്യാത്ത ഭാഗത്ത് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഖദീജ ബീബിക്ക് ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുവോ? നിസ്കരിച്ചതിനല്ല, നോമ്പ് പിടിച്ചതിനല്ല, സദഖ കൊടുത്തതിനല്ല, ഹജ്ജ് ചെയ്തതിനല്ല, ഖുർആൻ ഓതിയതിനല്ല, വഅദ് കേട്ടതിനല്ല. എന്തിനാണ് അല്ലാഹു ഖദീജ ബീബിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നതെന്നറിയുമോ? വഅദ് കേൾക്കാമെന്ന കല്യാണം കഴിച്ച പെങ്ങന്മാരെ,
അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊട്ടാരം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 15 വയസ്സ് ഖദീജ ബീവിക്ക് കൂടുതലാ. 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ പെങ്ങളെ? ഭർത്താവിന്റെ മുമ്പിൽ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ പരാതി എന്താ ഉസ്താദെ? അവളുടെ നാവിന് ഇത്തിരി നീളം കൂടുതലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അടിയും പിടിയില്ല. ഭർത്താവ് ഭാര്യയെ തല്ലും, പക്ഷെ ഭാര്യ ഭർത്താവിനെ തല്ലാറില്ല. നാക്ക് കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പറയാനുള്ളത് പറയും. അത് തല്ലിനെക്കാളും അപ്പുറമാണ്. എന്താ പറയുന്നത് എന്നുള്ള ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഫാത്തിമ ബീവി നോക്കുമ്പോ ഉപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ പറയുക, എനിക്ക് പൊരുത്തം തരണം. യാത്ര പറഞ്ഞു. തൻ്റെ പൊന്നാര മകളെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. അടിക്കരുത്, എൻ്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം, ഒരിക്കലും കരയിപ്പിക്കരുത്, എൻ്റെ പൊന്നാര മകളെ വേദനിപ്പിക്കരുത്. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാണ്, അതുകൊണ്ട് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മഹദിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ ഉമ്മ മരണപ്പെട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അറിയാം വാപ്പായ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന്. ഫാത്തിമ ബീവിക്ക് നല്ലതുപോലെ അറിയാം ഉപ്പായ്ക്ക് ജീവനാ ഉമ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് മകള് ഉപ്പാനെ സമാധാനിപ്പിക്കും. നബിതങ്ങൾ പറയുന്നു ഉമ്മു അബീഹ. ഫാത്തിമ ബീവിയെ നബിതങ്ങൾ ഒരിക്കൽ വിളിച്ചു ഉമ്മു അബീഹ. ഉമ്മു അബീഹ എന്ന് പറഞ്ഞ വാപ്പാടെ ഉമ്മ. വാപ്പാടെ ഉമ്മ. ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഭാര്യ മരണപ്പെട്ടു പോയ നബിതങ്ങളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ സമാധാനിപ്പിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാണ് ഫാത്തിമ ബീബി വളരുന്നത്. വാപ്പയുടെ ഉമ്മയെന്ന് നബിതങ്ങൾ തന്നെ വിളിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് വളർന്നതെന്ന് ചിന്തിക്ക്. പടച്ചവനെ, നബിതങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ ജീവനാണ് ഫാത്തിമയ്ക്കറിയാം. കാരണം ഒരിക്കൽ പടച്ചവനെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുമായിരുന്നു ഫാദാ ഖദീജ എന്ന് പറഞ്ഞാൽ. ഖദീജയെ കുറിച്ച് പറഞ്ഞ നബിതങ്ങളുടെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. ജീവനായിരുന്നു ഖദീജയെ, വല്ലാത്ത സ്നേഹമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലും മരിക്കുന്ന കാലം വരെ നബിതങ്ങൾക്ക് ഖദീജ ഖദീജ ഖദീജ. ആരെങ്കിലും ഒരു നല്ലയിരുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു, അലിയേ, ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നബിതങ്ങൾ തീരുമാനിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നീ ഇങ്ങനെ നടന്നോ അലിയേ? ഏതോ ഒരു സ്വഹാബി പറഞ്ഞു. അലിയാർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ, എന്തായാലും നബി തങ്ങളോട് പോയി ചോദിക്കണം, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയാരിതൻ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോമഡി പറയാറില്ല, തമാശ പറയാറില്ല, നബി തങ്ങൾ കളിയാക്കാറില്ല. അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ചോദ്യം, അലിയേ,
മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? യാ റസൂലല്ലാഹ്, കള്ളം പറഞ്ഞില്ല അലിയാരിതങ്ങള്. അലിയാരിതങ്ങള് കള്ളം പറഞ്ഞില്ല. നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹാലോചനകൾ നടത്തുമ്പോ കള്ളം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ, കപ്പലുണ്ട്, ഫ്ലാറ്റുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വഞ്ചിക്കാറില്ല. അങ്ങനെ വഞ്ചിക്കുന്നവരുണ്ടോ? പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, കള്ളത്തരം പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓടി നടന്ന് പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ആ പാവങ്ങളുടെ സ്വത്തും കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് യുവാക്കളുടെ കാലമാ. അലിയാര് തങ്ങൾ കള്ളം പറഞ്ഞില്ല. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് ഒരു വാളാണ്. അലിയാര് തങ്ങൾ പറയുകയാണ്, ആകെയുള്ളത് ഒരു വാളും ഒരു പടയങ്കിയുമാണ്. എന്റെ സമ്പാദ്യമെന്ന് പറയാൻ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട്, അതാ ഒരു പടയങ്കിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടയങ്കി എടുത്തുകൊണ്ടുവരാൻ. അതാ അലിയാര് തങ്ങൾ പടയങ്കിയുമായി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാള് നീ യോദ്ധാവാണ്, നിന്റെ കയ്യിൽ വാളിരിക്കട്ടെ. ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ, ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. എന്തിനാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഹർ കൊടുക്കാൻ ആ പടയങ്കിയുമായി പടച്ചവനെ ചന്തയിലേക്ക് പോയി. അലിയാര് തങ്ങൾ പടയങ്കിയും പിടിച്ച് നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ അലിയേ ഈ പടയങ്കി വെക്കാമെന്നതാണ്? അതാ എന്റെയും ഫാത്തിമയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്, മഹർ കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളോട് ചോദിച്ചു, എനിക്ക് തരുമോ പടയങ്കി? അല്ലാഹുവേ, അവിടുന്ന് 400 ദിർഹം കൊടുത്ത പടയങ്കി ഉസ്മാൻ തങ്ങൾ വാങ്ങുകയാ. 400 ദിർഹം വാങ്ങിച്ചിട്ട് ആ പടയങ്കി വാങ്ങിക്കുകയാണ്. എന്നിട്ടതാ 400 ദിർഹവും കൊടുത്ത് പടയങ്കി വിറ്റിട്ട് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീ ഒരു യോദ്ധാവാ, ഈ പടയങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പടച്ചവനെ പൈസയും കൊടുത്തു, പടയങ്കിയും കൊടുത്തു. അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുവന്നിട്ട് 400 ദിർഹമും വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ 400 ദിർഹമിൽ നിന്ന് ഒരു 80 ദിർഹം എടുത്തിട്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവേ, അലിയാര് തങ്ങളതാ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. വലീമ കൊടുക്കാൻ ഒന്നുമില്ല, വലീമ കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാട്. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നവര് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളുടെ നിക്കാഹ് നടക്കുകയാണ്. പഠിക്കണം പെങ്ങള്. അതാ ഒരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കളുടെ വിവാഹത്തിന് വേണ്ടി തകർത്ത് കളയുന്ന ഉപ്പമാരും ഉമ്മമാരും കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം നടക്കുകയാ. ഫാത്തിമ ബീബിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം നടക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. അബൂബക്കർ തങ്ങൾ ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, എന്തിനാ തങ്ങളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുടെ വിവാഹം നടക്കുമ്പോ എന്തിനാ അബൂബക്കർ തങ്ങളെ കരയുന്നത്? സഹാബാ,
അള്ളാന്റെ റസൂലിന്റെ മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? തങ്ങളുടെ മകളായ ഫാത്തിമ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ? പുതുമണവാട്ടിയായി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പുതുമണവാട്ടിയായിട്ട് അവിടുന്ന് ഇറങ്ങി വരുമ്പോ അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാ. ആരുടെ നിക്കാഹാണെന്നറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ നിക്കാഹ. നീ നടത്തുവല്ലോ. താടിയുള്ളവനും തടമ്പുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ തന്റെ മക്കളുടെ നിക്കാഹ് നടത്തുമല്ലോ. എന്തൊരാർഭാടമാടോ, എന്തൊരനാചാരമാടോ. അതാ ഗാനമേളകൾ നടത്തുന്നവർ ഇന്നത്തെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട്. എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നത്. പഠിച്ചവനെ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോ സങ്കടം തോന്നാറുണ്ടോ? എന്താണ് സങ്കടമെന്നറിയുമോ? ഏത് കുടുംബത്തിലും പ്രായമുള്ള ഒരാള് കാണും, ഏത് കുടുംബത്തിലും ഈമാനുള്ള ഒരാള് കാണും. പക്ഷേ ഇങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണമില്ലാതെ പോയല്ലോ. ഇന്നത്തെ വിവാഹമൊക്കെ പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരേ കളറ്. ഇന്നാണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും ഒരേ കളറ്. പെണ്ണെ നീ ധരിക്കുന്ന സാരിയാകട്ടെ ചുരിദാറാകട്ടെ എല്ലാത്തിനും ഒരേ കളറാണ്. ആണുങ്ങളൊക്കെ ഒരേ കളറുള്ള ഷർട്ട്. എന്നിട്ട് പടച്ചവനെ കാണിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. ഈ ഉമ്മത്തല്ലാതെ വേറെ ഒരു സമുദായവും ഇങ്ങനെ കാണിക്കാറില്ല. പടച്ചവനെ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ കല്യാണത്തിന്റെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാ. കണ്ട സ്വഹാബത്ത് അവിടുന്ന് കരയുകയാ. നിക്കാഹ് കഴിഞ്ഞിറങ്ങുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അലിയേ വലീമ കൊടുക്കണമല്ലോ, വലീമ കൊടുക്കണമല്ലോ, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു ഒന്നുമില്ല. അപ്പോഴാണ് റബ്ബേ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ അവിടെന്ന് പറയുകയാ. ഒരു സ്വഹാബി പറഞ്ഞു, ഞാനൊരു ആട് തരാ, ഞാനൊരാടിനെ തരാ. മറ്റൊരു സ്വഹാബി പറഞ്ഞു, ഗോതമ്പ് മാവ് ഞാൻ തരാ. എന്തിനാ? ഭക്ഷണം കൊടുക്കാറ്. ഒരു സഹാബി ആട് കൊടുത്തു, മറ്റൊരു സഹാബി ഗോതമ്പ് മാവ് കൊടുത്തു. അങ്ങനെയാണ് അലിയാര് തങ്ങളുടെയും ഫാത്തിമ ബീബിയുടെയും വലീമ നടന്നത്. പടച്ചവനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കല്യാണം കഴിഞ്ഞു പോകുമ്പോ അവിടുന്ന് കൊടുത്തതെന്തെന്നറിയുവോ? പടച്ചവനെ പഠിക്കണം പെങ്ങള്. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകൾക്ക് കൊടുത്തതെന്താണെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളറിയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങള് ഇവര് രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, തറയിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പേതെന്നറിയുവോ? അല്ലാഹുവേ, ഒരാടിന്റെ തോലുണ്ട്, ഒരാടിന്റെ തോലുണ്ട്. ഈ ആടിന്റെ തോലാണ് തറയിലിടുന്നത്. പടച്ചവനെ, പകല് മുഴുവനും ഒട്ടകത്തിന് തീറ്റി കൊടുക്കുന്നത് ഈ തോലിന്റെ അകത്തിട്ടാ. അവരുടെ മണിയറെ കുറിച്ച് പഠിക്ക്, അവരുടെ മണിയറയെ കുറിച്ച് പഠിക്ക്. അലിയാര് തങ്ങള് വിരിച്ചു കിടന്നിരുന്ന ഒരു ആടിന്റെ തോലുണ്ടായിരുന്നു. ആ തോല് രാത്രിയിൽ വിരിച്ചു കിടക്കും. പകല് ജോലി എന്തെന്നറിയുവോ? ഒട്ടകത്തിന് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് ഈ കാണുന്ന തോലിനകത്ത് വെച്ചാ. അത്രയും പാവപ്പെട്ടവനായിരുന്നു, അത്രയും പാവപ്പെട്ടവനായിരുന്നു. പടച്ച റബ്ബേ, അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. രണ്ടുപേരും അതാ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദിരാത്രിയാ. പെങ്ങളെ പഠിക്കണം മോളെ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. സുബ്ഹാനല്ലാഹ്. ഫദാ
അലിയാരിതങ്ങള് വീടിനകത്ത് വിളക്കണച്ചു വെച്ചു. വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചു. എന്നിട്ടതാ വീടിന്റെ വാതിലടച്ചു. റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട്, മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട്. പടച്ചവനെ, അലിയാരിതങ്ങൾ ആദിരാത്രിയാണ്, വലിയ സന്തോഷത്തിലാണ്. അപ്പോഴാ വസമിഅനാ സൗതൻ ഹനീനാ, മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. അലിയാര് നിങ്ങൾ ഓടുകയാണ്. ആരാണ് പടച്ചവനെ കരയുന്നത്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ ബീബി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് നിങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അലിയേ, നിന്നെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? നിന്നെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എനിക്കൊന്നുമില്ലാത്തത് കൊണ്ടാണോ? അല്ല അലിയേ, പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് പണമല്ലടാ, പവറല്ലടാ, കൊട്ടാരമല്ലടാ, അധികാരമല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടലാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നത് വല്ലാത്ത ഭാഗ്യമാടാ. അതുകൊണ്ടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതിരാത്രി മണിയറയ്ക്കകത്ത് ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മകളിരുന്ന് കരയുകയാ. എന്തിനാ ഫാത്തിമ കരയുന്നത്? അലിയേ, ഈ റൂമിനകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്നണച്ചപ്പോ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്നണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? ഈ റൂമിനകത്ത് ഇത്രയും ഇരുട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? അലിയേ, 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. ആ ഖബറിനകത്ത് ഫാത്തിമാനെ ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമ്പോ ആ ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടല്ലേ അലിയേ? റൂമിനകത്ത് ഇരുട്ട് കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് ഓർമ്മ വന്നത് ഖബറാണോ? ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ? ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ? അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, ഇത് പറയേണ്ട രാത്രിയാണോ ഫാത്തിമ? ഇത് പറയേണ്ട രാത്രിയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ? ഇന്ന് നമ്മുടെ മണിയറയാണ് ഫാത്തിമ. പുതിയ പെണ്ണായ നീ ആദിരാത്രിയിൽ ഇതിനകത്തിരുന്ന് ഖബറ് പറഞ്ഞിട്ട് കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ദുനിയാവിലല്ല, മണിയറ കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് സിനിമാ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ രാത്രിയല്ല. പിന്നെ എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ?
3 കഷ്ടം വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് പലക നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുന്ന ഒരു ദിനമുണ്ടല്ലോ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് എല്ലാവരും കുഴിച്ചിട്ടിട്ട് പോകുന്ന 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, ഒറ്റയ്ക്ക് കിടക്കുന്ന 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, വലിയേ അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. ആ കബറിനകത്ത് വരുന്ന മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്ക് പറയണം, ലം കനൗമത്തില്ലാറൂ, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ആ കബറിനകത്ത് മലക്കുകൾ പറയണം, ഉറങ്ങു പെണ്ണ്, മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നത് പോലെ ലം കനൗമത്തില്ലാറൂ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് കബറിൽ വരുന്ന മലക്കുകൾ നമ്മളോട് പറയണം. അതുകൊണ്ട് കബറാണ് മണിയറയാക്കേണ്ടത്, ആ മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. ഫാത്തിമ പറഞ്ഞു, അലിയേ ഒതുപെടുത്തിട്ട് വാ, നമുക്ക് നിസ്കരിക്കാം. കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രി ഭർത്താവിനെ വിളിച്ചിരുത്തിയിട്ട് ഭാര്യ പറയുകയാ, നിസ്കരിക്കാം അലിയേ, നമുക്ക് നിസ്കരിക്കാം അലിയേ. മുസല്ല പിരിച്ചിട്ട് മണിയറക്കകത്തിരുന്ന് 2 പേരും നിസ്കരിക്കുകയാണ്. തൗബ ചെയ്യാം അലിയേ, നിങ്ങൾ ദുആ ചെയ്യ്, ജീവിതം തുടങ്ങുകയാ, ജീവിതം തുടങ്ങുകയാ, നിങ്ങൾ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. അലിയാര് തങ്ങളെ ദുആ ചെയ്തു, ഫാത്തിമ ബീവി ആമീൻ പറഞ്ഞു. 2 പേരും ഖുർആൻ ഓതി, 2 പേരും ദിക്റുകൾ പറഞ്ഞു. പടച്ചവനെ, വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖബർ ജീവിതം സുന്ദരമാകാർ, ആ മണ്ണറ മണിയറയാകാർ. ഒരു ഭാര്യയും ഭർത്താവും വീടിനകത്തിരുന്ന് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തു എന്ന ചരിത്രം പറയുമ്പോ ഇതിനാടാ ഭാര്യ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ, ചെറുപ്പക്കാരാ, തുങ്കഹുൽ മർഅതു ലി അർബഈൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, പണം നോക്കല്ലേ, സൗന്ദര്യം നോക്കല്ലേ, കുടുംബ മഹിമ നോക്കല്ലേ, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ളവനെ വേണം തെരഞ്ഞെടുക്കാൻ. അതാണാകട്ടെ പെണ്ണാകട്ടെ, ദീനുള്ള ആണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, പടച്ചവനെ, ഇതുപോലെ ഫാത്തിമയെ പോലെ അതാ മണിയറയ്ക്കകത്ത് കടന്നു വരുമ്പോ നിസ്കരിക്കാൻ പറയുകയാ, ദുആ ചെയ്യാൻ പറയുകയാ, അല്ലാഹുവേ ദിക്ർ പറയാൻ പറയുകയാ, ഖുർആൻ ഓതാൻ പറയുകയാ. എന്നിട്ട് അവർ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാ. അതുകൊണ്ട് ലോകത്ത് ഒരു ആണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, കൊട്ടാരമല്ല, അധികാരമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? അൽ മർഅത്തു സ്വാലിഹാ, അൽ മർഅത്തു സ്വാലിഹാ, ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടോ? നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാര്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്.